Hello guys, welcome back to my YouTube channel. This is Shreykutti and watching Shreya's World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്റ്റുഡിയോ ഹോളാണ്. ഞാൻ ഇന്നലെ സ്റ്റുഡിയോ പോയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കൂടുതൽ മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് കാണിച്ചു തരാം. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ളത് ഫുള്ള് സ്റ്റുഡിയോൻ്റെ സാധനങ്ങളാട്ടോ. സ്റ്റുഡിയോന്ന് ഞാൻ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫുഡ് വെയർ എന്ന് പറയുന്നത്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടിയ ഒരു ഫുഡ് വെയറാണ്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് സൈസ് കിട്ടിയിട്ടില്ല. ഇത് 39 ആണ്. എനിക്ക് 38 മതി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു കളർ ഒരു ഓഫ് വൈറ്റ് കളറാണ്. എന്നിട്ട് ഒരു ഇങ്ങനത്തെ ഫ്ലോറൽ അങ്ങനെ ഡിസൈൻ വന്നിട്ട് ഇതിൻ്റെ വേറെ ഒരു കളറുള്ളത് വൈറ്റാണ്. വൈറ്റിൽ ബ്ലൂ ഓറഞ്ച് ഡിസൈനാണ്. ആ ഓറഞ്ചിൻ്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇതാണ്. ഇതിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയാൻ കുറച്ച് മുഴത്ത സൈസാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ കറക്റ്റാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അടുത്ത സാധനം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ്. ഇത് ഒരു ഇയറിങ്സ് ആണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇങ്ങനത്തെ വലിയ റിങ്സ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു വലിയ റിങ്ങാണ് ഗൈസ്. ഒരു വലിയൊരു ബട്ടർഫ്ലൈൻ്റെ ഇത് വരുന്ന റിങ്ങാണ്. ഇതിന് 99 റുപ്പീസാണ്. ഞാൻ പിന്നെ എൻ്റെ ഫുഡ് വെയറിൻ്റെ പ്രൈസ് പറയാൻ മറന്നു. ഇതിന് 400 ആണ് ഗൈസ്. അപ്പോൾ ഈ ഇയറിങ്സ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഒരു നല്ല ഇയറിങ്സ് ആണ്. ഞാൻ ഒന്ന് വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു. ഇട്ട് കാണിക്കാൻ എനിക്ക് വയ്യ. അത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഇടാനാണ്. കാണുന്നുണ്ടോ ഗൈസ്? ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ ഒരു കുടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇയറിങ്സാണ്. ഇങ്ങനെ ജ്വല്ലറീൻ്റെ ആയിട്ട് ഉള്ളതിൽ. കാരണം നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. കണ്ടോ? ഞാൻ ഇങ്ങനത്തെ ഇയറിങ്സ് കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്കിത് ഭയങ്കര വേർത്തായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് അടുത്ത സാധനം ഞാൻ പറയണത്, ഇത് ഞാൻ ഇവിടുത്തെ ഞങ്ങൾ മലപ്പുറമുള്ള സ്റ്റുഡിയോയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ പെരിന്തൽമണ്ണത്തെ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം സ്റ്റുഡിയോയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞാൻ അങ്ങനത്തെ കുറേ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എടുക്കാം. കാരണം ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ പെരിന്തൽമണ്ണയ്ക്ക്. അവിടെ ഫുള്ള് ബ്ലോക്ക് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഇതൊരു എന്താ പറയുക, ഒരു നല്ലൊരു ബാങ്ക് അങ്ങനെ എനിക്ക് പറയാനാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ലൂസാണ്. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ ടൈറ്റ് ആക്കണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അധികം ഇങ്ങനെ കുറേ ബാംഗിൾസ് ഒന്നും ഇടാൻ പറ്റാത്ത അങ്ങനത്തെ ഇങ്ങനെ ഡ്രസ്സ് ഔട്ട്ഫിറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വെച്ച് ഒരു ട്രെൻഡി ലുക്കായിട്ട് കിട്ടും. കണ്ടോ? ഇത് ജീൻസിൻ്റെ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ ഇപ്പോൾ മാച്ചാക്കിയിട്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല, ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഇതാണ്. ഇതിൽ സ്റ്റോണൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ കുറേ ലെയറായിട്ടുള്ള ഒരു സംഭവം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 ആണ്. ഇതും എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ഇവിടുത്തെ ഷോപ്പിലൊക്കെ അധികം ഇങ്ങനത്തെ സംഭവമൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ കുറേ കണ്ടിട്ടുണ്ട്. ചിലവിടെയൊക്കെ നല്ല പ്രൈസാണ് ഉണ്ടാവാറ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് ഒരു ലിപ് ബാമാണ് ഗൈസ്. ഒരു ലിപ് ബാമാണ്. ഇതിന് 50 റുപ്പീസാണ്. 49 ആണ്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കോഫീൻ്റെ ആണ്. ഞാൻ കോഫി എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ എന്തോ ഇതിൽ ഞാൻ കോഫി എടുത്തു പോയി. ഇതിൻ്റെ സ്മെല്ല് കോഫീൻ്റെ സ്മെല്ലാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ഞാൻ
ഞാൻ ഇതൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെയല്ല, മേക്കപ്പിൻ്റെ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് പൊളിക്കട്ടെ ഗൈസ്. പൊളിക്കാൻ എന്തൊക്കെ ചെയ്യുക, പൊളിക്കട്ടെ കേട്ടോ ഗൈസ്. ഇതിൻ്റെ പാക്കേജൊക്കെ രസമുണ്ട്. ഇങ്ങനത്തെ ഒരു കളറിൽ സ്റ്റുഡിയോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. കോഫീൻ്റെ അതേ സ്മെല്ലാണ് ഗൈസ്. അപ്പോൾ എനിക്ക് കോഫീൻ്റെ സ്മെല്ല് കുഴപ്പമില്ല. പക്ഷെ ഇതിന് കളറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ബ്രൗൺ കളറാണ്. കളറില്ല, കളർ ഒരു ലൈറ്റായിട്ടുള്ള കളറ്. ലിപ്പിലിടുമ്പോൾ അത്ര കളറൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ട് തോന്നി കേട്ടോ. ഒരു ലിപ് ഗ്ലോസ് ഇട്ട അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഇന്നലെ വന്നിട്ട് നേരെ ഹോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും 50 റുപ്പീസേ ഉള്ളൂ. എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങാം. അപ്പോൾ അടുത്ത സാധനം എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കാരണം സ്കൂളിൽ ഞങ്ങൾ ഷൂവും സോക്സാണ് ഇടാറ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഹാർട്ടുള്ളൊരു സോക്സ്. ഇത് സാധാരണ സോക്സ് പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സോക്സാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൊരു ബ്ലാക്കാണ്. ഇതിന് 49 റുപ്പീസാണ്. അടിപൊളി സാധനം. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ഗൈസ്. സ്റ്റുഡിയോ എന്നായതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ എടുത്തു. ഇത് പിന്നെ ഒരു വെറൈറ്റി സംഭവമാണ് ഗൈസ്. ഞാനിത് സ്റ്റുഡിയോയിൽ ഇപ്രാവശ്യം മാത്രമാണ് കണ്ടത് കേട്ടോ ഗൈസ്. ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനമൊന്നും ഇവിടുത്തെ സ്റ്റുഡിയോയിൽ കാണാറില്ല. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങാറ് കേട്ടോ സ്റ്റുഡിയോന്ന്. അപ്പോൾ ഇതൊരു അൺഡ്രൈ പാച്ചാണ്. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് അനങ്ങാണ്ടിരിക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കണം. ഇതിൽ 10 പെയേഴ്സാണുള്ളത്. ഇതിൻ്റെ 10 പെയേഴ്സ് അൺഡ്രൈ പാച്ചസ് ഉണ്ട്. ഇതുമുണ്ട്. പിന്നെ അവിടെ വേറെ ഒരു സംഭവം കണ്ടത് ലിപ്പ് പാച്ചസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ലിപ്പിൽ വയ്ക്കുന്നത്. ഞാൻ പിന്നെ ഇതാണ് എടുത്തത്. ലിപ്പിൻ്റെ പിന്നെ അത് പ്ലംബ് ആവാൻ എന്തോ ആണ്. അപ്പോൾ പിന്നെ എനിക്ക് പ്ലംബ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇതാണ് എടുത്തത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഇതൊരു ജ്വല്ലറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ജ്വല്ലറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടോ, ഇതൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു ചെയിനാണ്. ഇതിനും 100 റുപ്പീസാണ്. ഇതിൽ ഏകദേശം ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണ് ഗൈസ്. ഇതാണ് കാണുന്നുണ്ട് ഗൈസ്. ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ചെയിൻ, ഫുള്ളായിട്ട് ഫ്ലവേഴ്സായിട്ട്. ഇതൊരു ഗോൾഡ് കളറാട്ടോ, ഗോൾഡൻ കളറായിട്ടാണ് വരുന്നത്. ഒരു നല്ല ചെയിനാട്ടോ ഗൈസ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെയിനാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അവിടെ ഇങ്ങനത്തെ കുറേ ചെയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അഫോർഡബിൾ ആയതുകൊണ്ട് ഞാൻ എടുത്തു ഗൈസ്. കാണുന്നുണ്ടോ? ഇത് ഞാനെടുത്തു. അപ്പോൾ അത്രയാണ് ഗൈസ് ഞാൻ ഇനി ഒന്ന് വിചാരിച്ചു. എത്ര സാധനങ്ങളാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തുള്ളത്. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുക്കുക എന്നുള്ള അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം ഒന്ന് ഫുഡ് വെയറാണ്. പക്ഷേ ഫുഡ് വെയർ പിന്നെ ഈ സോക്സൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല, കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് യൂസ് ചെയ്യാത്ത സാധനത്തിന് നമ്മൾ ഒരു റിവ്യൂ നേരത്തെ പറയേണ്ട ആവശ്യമില്ലല്ലോ, യൂസ് ചെയ്തിട്ടല്ലേ പറയാം. അതുകൊണ്ട് അതിൻ്റെ എനിക്കറിയില്ല. ഇങ്ങനത്തെ ചെയിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ് അത്. പിന്നെ എനിക്ക് ഈ ഇയറിങ്സ്, ഈ ഇയറിങ്സ് നല്ലതാട്ടോ ഗൈസ്, അഫോർഡബിൾ ആണ്. അതേപോലെ ഈ ഒരു റേറ്റിന് സംഭവം അടിപൊളിയാണ്, വേർത്താണ്. പിന്നെ ഇതാണ് ബാംഗിൾ. കുറച്ച് സാധനങ്ങൾ ഏകദേശം കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഒരു ലിപ് ബാം. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മോയ്സ്ചറൈസിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കളറൊന്നുമില്ല, കളർലെസ് ആയിട്ടുള്ള ലിപ് ബാമാണ്. ഇതിന് 49 ആണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ ഹോൾ എന്ന് പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബൈ.